നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദേശീയ നേത്രദാന പക്ഷാചരണം. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം. ശൂർനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ ക്ലാസ്, നേത്രപരിശോധന ക്യാമ്പ് എന്നിവ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം. ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും. SFI, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായായിരുന്നു പ്രതിഷേധം. ഇൻസ്റ്റഗ്രാം വഴി പരിചയം. 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ശൂർനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ ക്ലാസ്, നേത്രപരിശോധന ക്യാമ്പ് എന്നിവയും നടത്തി. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് ശൂരനാട് നോർത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സംഘടിപ്പിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലിയും നടത്തി. ബോധവൽക്കരണ റാലി ശൂരനാട് നോർത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച് ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സമാപിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം അവയവദാനങ്ങളിൽ വേണ്ടത്ര ധാരണ ഉണ്ടാകുന്നില്ല എന്നും എന്നുള്ള ഒരു കുറവാണ്. ആ കുറവ് പരിഹരിക്കുവാൻ തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളും ഇത്തരം അവസരങ്ങൾക്കും കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തീർച്ചയായും ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി അത്തരത്തിലുള്ള മഹത്തായ ഒരു ചടങ്ങാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനു MS സ്വാഗതം പറഞ്ഞു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവുകിരൺ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ വിജയശ്രീ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാരതത്തിലാണെന്നും ഇവരിൽ നേത്രപടലാന്തത ബാധിച്ചവർ 30% ഞാൻ മനസ്സിലാക്കുന്നു. മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്താൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയും പുതുജീവിതവും നൽകാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യുന്നതിന് എന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും. ഡോക്ടർ ലിഷ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ ഫിലിപ്പ് തോമസ് വൈദ്യൻ, K. സനൽകുമാർ, മിനി സുദർശൻ, ഷാലിമ, അജിത് കുമാർ, സജിലാൽ ബാബു, സൗമ്യ S, ബിന്ദു ത്രേസ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. കരുനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ നടത്തി. ഓണവസ്ത്ര വിതരണം, നാടകം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഓണവസ്ത്ര വിതരണം, നാടകശാല മാഗസിന്റെ പ്രകാശനം, കരാക്കെ ഗാനമേള, കവിയരങ്ങ് എന്നിവയും നടത്തി. കൊല്ലം അശ്വതി ഭാവനയുടെ അക്കരെ പെയ്ത മഴ എന്ന നാടകവും അരങ്ങേറി. ഓണാഘോഷ പരിപാടികൾ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് മേളത്തിൽ നിന്നൊക്കെ ലഭിച്ച വരുമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അനേക രോഗികൾക്ക് അതായത് ശാരീരിക മാനസിക വ്യാധി അനുഭവിക്കുന്ന മക്കൾക്ക് സ്വാന്തനം പകരുക
എന്ന ലക്ഷ്യമാണ്. ആരോഗ്യമാണ് മുഖ്യം. ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഭക്ഷണത്തിന് ശ്രമിക്കാം, സ്വന്തം വീടാകാം, തൊഴിലാകാം. അതുകൊണ്ട് ആരോഗ്യമാണ്, അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇത്ര നാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ കൃപയാൽ 1,74,000 രോഗികൾക്ക് ചികിത്സാ സഹായം 1072 ഹോസ്പിറ്റൽ വഴി കൊടുക്കാനായിട്ട് സാധിച്ചു. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും തിരുവല്ല മേളൻ ജംഗ്ഷനിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തും രോഗികളെത്തും. അവർ വിവിധ ഹോസ്പിറ്റലിലോട്ട് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ കല്ലേലി ഭാഗം അധ്യക്ഷത വഹിച്ചു. വ്യവസായി അയ്യൂബ് ഖാൻ ഓണവസ്ത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടകശാല മാഗസിന്റെ പ്രകാശനം കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ നിർവഹിച്ചു. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഡി മുരളീധരൻ, തോപ്പിൽ ലത്തീഫ്, വേണുഗോപാൽ പാലക്കാട്, പോണാൽ നന്ദകുമാർ, ഷാനവാസ് കമ്പിക്കേജൽ, ഡോക്ടർ നീമ, സിന്ധു സുരേന്ദ്രൻ, ജോഷി, അഡ്വക്കേറ്റ് രാജീവ്, രാമാനുജൻ തമ്പി, ചേർത്തല രാജൻ, രത്നമ്മ ബ്രഹ്മമുഹൂർത്തം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ 9ാമത് വാർഷികത്തിന്റെ ഭാഗമായി ഓണത്തണലിൽ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30-ന് ജി ദിവാകരൻപിള്ള സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ 9ാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് ഓഗസ്റ്റ് 30-ന് ഉച്ചയ്ക്ക് 2-ന് മദർ തെരേസ പാലിയേറ്റീവ് കെയർ ആസ്ഥാന മന്ദിരമായ ജി ദിവാകരൻപിള്ള സ്മാരക മന്ദിരത്തിൽ ഓണത്തണലിൽ സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്നേഹസംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, കവി കുരീപ്പുഴ ശ്രീകുമാർ എന്നിവർ സ്നേഹ സന്ദേശം നൽകും. പാലിയേറ്റീവ് കെയർ രക്ഷാധികാരി ബിനു SD ചികിത്സാ സഹായം വിതരണം ചെയ്യും. ഓണക്കിറ്റ് വിതരണം കൊല്ലം കെയർ പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹി SL സജികുമാറും, ഓണപ്പുടവയുടെ വിതരണം കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ളയും മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരനും നിർവഹിക്കും. പാലിയേറ്റീവ് കെയർ ചെയർമാൻ PB സത്യദേവൻ അധ്യക്ഷത വഹിക്കും. സ്നേഹസംഗമത്തോടനുബന്ധിച്ച് ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ആദിത്യ സുരേഷ്, യാസീൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന്, ചികിത്സാ സഹായം, ഓണക്കിറ്റ് വിതരണം എന്നിവയും നടക്കും. വിവിധ വിഭാഗങ്ങളിലെ 29 വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ 80ഓളം ആരോഗ്യ സന്നദ്ധ സേവാ സംഘമാണ് കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ സ്നേഹസാന്ത്വന കാരുണ്യസ്പർശം എത്തിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. മദർ തെരേസ പാലിയേറ്റീവ് കെയർ 9 വർഷമായി രൂപീകൃതമായിട്ട്. അതിൻ്റെ കരുതലിൻ്റെ സ്നേഹസ്പർശത്തിൻ്റെ വാർഷികാഘോഷം നടക്കാൻ പോവുകയാണ്. 9 വർഷം പിന്നിടുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നല്ല സംതൃപ്തരാണ്. ഞങ്ങളുടെ ഏതാണ്ട് 400ഓളം വരുന്ന പേഷ്യൻറ്റിനെ ഞങ്ങൾ ഈ കരുതലിൻ്റെ സ്പർശവുമായി ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഓച്ചിറ കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അത് തഴവ പഞ്ചായത്തിലേക്ക് കൂടി പ്രവർത്തന മേഖല വ്യാപിച്ചിട്ടുണ്ട്. തഴവ പഞ്ചായത്തിലേക്ക് പ്രവർത്തന മേഖല വ്യാപിച്ചപ്പോൾ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം, പുതുപ്പള്ളി, ദേവികുളങ്ങര തുടങ്ങിയ പഞ്ചായത്തുകളും വള്ളികുന്നം പഞ്ചായത്തും ക്ലാപ്പന പഞ്ചായത്തും അടങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഈ 19-ാം തീയതി ഞങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഞങ്ങളെ വിവിധ ടീം ഞങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ സ്ഥിരമായി ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. ഓച്ചിറയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ചെയർമാൻ PB സത്യദേവൻ, രക്ഷാധികാരി ബിനു SD, ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ, ഡോക്ടർ R മിനിമോൾ, K അശോകൻ എന്നിവർ പങ്കെടുത്തു. പ്രത്യേകത, നമ്മൾ ഇതിൽ ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി അവരുടെ കലാപരിപാടികളും അവർക്കുള്ള പ്രോത്സാഹനവും അവരോടൊപ്പമുള്ള ഭക്ഷണവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിലെ 2 കുഞ്ഞുങ്ങളുടെ ആദിത്യ സുരേഷിന്റെയും യാസിന്റെയും സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്. ആ സ്റ്റേജ് പെർഫോമൻസ് അവരുടെ ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് അവരുടെ കഴിവുകൾ കൊണ്ട് മുന്നിലേക്ക് വന്ന കുഞ്ഞുങ്ങളാണ്. സാധാരണ നോർമലായ കുട്ടികൾ പോലും ചെയ്യാത്തത്ര ഭംഗിയോടെ അവരുടെ കലാവാസനകളെ അവർ മുന്നിലേക്ക് കൊണ്ടുവന്ന കുട്ടികളാണ്. അവർ മറ്റു കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും പ്രചോദനമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും സംഘടിപ്പിച്ചു. ഓച്ചിറയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. SFI, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും നടത്തിയത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും സംഘടിപ്പിച്ചത്. SFI, DYFI, മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. CPM ശൂർനാട് ഏരിയ കമ്മിറ്റി അംഗം K. സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ വിഷയം അതിഗൗരവമായ ഒരു പ്രശ്നമായി ഉയർന്നു വരികയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും കുറെ നാളുകളായി നമുക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. കരുണാകരന്റെ കുടുംബത്തിൽ കയറി ആദ്യം കൈവച്ച ആളാണ്. അതിൽ പറഞ്ഞ പൊളിറ്റിക്കൽ തൊന്തയും ബയോളജിക്കൽ തൊന്തയും എന്നാണ് പത്മജയെ സംബന്ധിച്ച്. B. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. S. അമൽ, ബാബു കൊപ്പാറ, P. ബിന്ദു, സുൽഫിയ ഷെറിൻ, സിന്ധു മഹേഷ്, S. സുരേഷ് കുമാർ, K. ഷെറിൻ, ഇന്ദുലാൽ, അനിജ, സന്തോഷ് ആനേത്ത, L. സുകുമാരി, നിസ അച്ചുമൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് മതിയായ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഹിന്ദി സഹിതം പിടിച്ചുകൊണ്ടുള്ള ന്യൂസുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെമ്പാടും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വാഴൂർ സോമൻ MLA അനുസ്മരണം സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിലാണ് അനുസ്മരണം നടത്തിയത്. മനുഷ്യാവകാശ സാമൂഹ്യ നീതി ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളിയിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത്. അനുസ്മരണ സമ്മേളനത്തിൽ നീതി ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ്, തഴവ സത്യൻ, മെഹർഖാൻ ചേന്നല്ലൂർ, P. അനിൽ പടിക്കൽ, ചിറ്റുമൂല നാസർ, ജനയുഗം PS സുരേഷ്, സലീം അമ്പിത്തറ, MC വിജയകുമാർ, മുനമ്പത്ത് ശിഹാബ്, അയ്യാണിക്കൽ മജീദ്, MC വിജയകുമാർ, മുഹമ്മദ്, ബാബിസ് വിജയൻ എന്നിവർ പങ്കെടുത്തു. എന്തായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ സുരേഷേനും നമ്മുടെ കടത്തൂർ മൻസൂറും അടക്കമുള്ളവർ വ്യക്തമായി കൊണ്ടുവന്നു. അതാ TCDക്കിന്റെ വീഡിയോയിൽ പറയുന്ന ഒരു മരണം നടന്നു മരിക്കുന്നത് ആദ്യമായി കാണുന്നതാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ആദ്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, അദ്ദേഹം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. സുരേഷേനെ പറഞ്ഞല്ലോ. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോടി രൂപയുടെ വികസന പ്രവർത്തനം ആ ജീപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം നിയമസഭ കൂടുന്ന ഒരു ഘട്ടത്തിൽ ഹൈറേഞ്ച് മേഖലയിൽ നിന്നല്ലേ എന്നല്ല പറഞ്ഞത്, അവരെല്ലാം കാറിലാണ് വരുന്നത്. എന്നാൽ വാഴൂർ സോമൻ ഒരു ജീപ്പിലാണ് ഈ നിയമസഭയിൽ എത്തുന്നത്. ആ സമയത്ത് സ്പീക്കർ ആദ്യം ചോദിച്ചു, പിന്നെ പൊതുമരാമത്ത് എന്താണ് ഈ എത്ര കിലോമീറ്റർ ഉണ്ട്, ഈ ജീപ്പിനകത്ത് എങ്ങനെ സഞ്ചരിക്കും? അപ്പൊ തന്റെ കാലിന്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ഈ ജീപ്പാണ്. അദ്ദേഹം പറഞ്ഞ് എന്റെ മണ്ഡലത്തിലെ റോഡുകളിലൂടെ പോകണമെങ്കിൽ ഈ ജീപ്പേ നിർവാഹമുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുകയും അതിന്റെ ശോചനീയാവസ്ഥ പറയുകയും ചെയ്തു. അന്ന് വൈകിട്ട് പൊതുമരാമത്ത് മന്ത്രി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ വികസനത്തിന് 10 കോടി രൂപ അന്ന് അനുവദിച്ചു. അത് ഇപ്പോ കിഴക്കൻ മേഖലയിൽ പോകുന്നവർക്കറിയാം, ഈ പീരുമേട് ഭാഗങ്ങളിൽ പോകുന്നവർക്കറിയാം, ഇടുങ്ങിയ ചില വളവുകൾ ഉണ്ടായിരുന്നു റോഡുകൾ. അതെല്ലാം നൂത്ത് കുറച്ചും കൂടെ ഒരു 3-4 വണ്ടിക്കെങ്കിലും പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ആ വളവുകളൊക്കെ നൂത്തുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഇയാളെ പോക്സോ കേസ് ചുമത്തി റിമാൻഡ് ചെയ്തു. ഒരു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഷാഹിൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിൽ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചു. കഴിഞ്ഞ മാസം പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയം വീട്ടിലെത്തിയും പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചത്. വീട്ടുകാർ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇതോടെയാണ് പീഡന വിവരം പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മണിയാർ ഭാഗത്തു നിന്നുമാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. പോക്സോ കേസ് ചുമത്തി ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോമളംകുന്ന് ADSന്റെ വാർഷികാഘോഷം നടത്തി. അയൽക്കൂട്ടങ്ങളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. കോമളംകുന്ന് ADS വാർഷികാഘോഷം കോമളംകുന്ന് പബ്ലിക് ലൈബ്രറിയിലാണ് സംഘടിപ്പിച്ചത്. നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ ADS വാർഷികാഘോഷ പരിപാടി പങ്കെടുക്കുന്നത്
ഞാൻ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം കോടതി വാർത്ത വാർഷിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കുടുംബശ്രീ പ്രസ്ഥാനവുമായി ഭാഗ്യവശാൽ 2 സുപ്രധാനമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. അതിലൊന്ന് 1997 കേരളത്തിൽ കുടുംബശ്രീ സംവിധാനം ഉണ്ടാകുന്നത്. ഞാൻ 95 ആദ്യമായിട്ട് കൗൺസിലറായി. ഈ വാർഡിലെല്ലാം പ്രസക്തമല്ല. അപ്പോൾ ഇതിൻ്റെ രൂപീകരണ കാലം ഞാനിപ്പോൾ ADS വാർഷിക പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആലോചിക്കും. അന്ന് വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ത്രിഫ്റ്റ് കളക്ഷനൊക്കെ പറഞ്ഞാൽ 10 രൂപയൊക്കെയാണ്. അപ്പോൾ അതങ്ങനെ ഇവരെല്ലാം ഇത് കൈകാര്യം ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 10 രൂപ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ കൊടുത്താൽ അതിലെന്തെങ്കിലും ഉറപ്പുണ്ടോ അങ്ങനെയുള്ള ധാരണയൊക്കെ ഉണ്ട്. അന്ന് പലപ്പോഴും അയൽക്കൂട്ടം ഭർത്താക്കന്മാരൊക്കെ ചുറ്റും ഈ കമ്മിറ്റിയുടെ ചുറ്റിലുമൊക്കെ വന്ന് നിൽക്കും. കാര്യം ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും അന്ന് TK ജോസ് IAS എന്ന് പറഞ്ഞ ആളാണ്. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് മുമ്പേ ഈ ADSന്റെ വാർഷികം നടത്തി എല്ലാവരെയും ഒരുമിച്ച് കാണുകയും അതുപോലെ തന്നെ ഓണാശംസ നേരിടുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ADSന്റെ വാർഷികം ആഘോഷിച്ചത്. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ കുറച്ച് അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം വളരെ കുറവാണ്. സാധാരണ അയൽക്കൂട്ടത്തിന്റെ ഒരു പരിപാടി നമ്മൾ ടൂർണമെന്റിൽ സംഘടിപ്പിച്ചാൽ ഒരുപാട് അംഗങ്ങൾ വന്ന് പങ്കെടുക്കും. അജിത മുരളി സ്വാഗതം പറഞ്ഞു. ശ്രീകല റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ വസന്തരാജൻ അയൽക്കൂട്ടങ്ങളെ ആദരിച്ചു. MA രാജഗോപാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആദരവ് നൽകി. അയൽക്കൂട്ടംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവും കോലം കത്തിക്കലും നടത്തി. DYFI ഇടമൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇടമൺ സത്രം ജംഗ്ഷനിലാണ് കോലം കത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFIയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചത്. പ്രതിഷേധ പ്രകടനവും നടത്തി. DYFI ഇടമൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DYFI ബ്ലോക്ക് ട്രഷറർ എബി ഷൈനു പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. രതീഷ് വട്ടവിള, റിയാസ് അകൽചന്ദ്രൻ, നിസാം, വിൽസൺ, ജീവൻകുമാർ, എസ് വിനോദ, മെഹബൂബ് ഖാൻ, അജിത് തങ്കച്ചൻ, കെ ലാലു തുടങ്ങിയവർ നേതൃത്വം നൽകി. സൂചന മാത്രമാണ്. രാജിവെക്കുന്നവരെ വരെ കേരളമാകെ DYFIയുടെ പ്രതിഷേധങ്ങൾ ഇനിയും കാണാനിടയാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവം ജീവാമൃതം ഫലശ്രീ പദ്ധതികളിലൂടെയാണ് പച്ചക്കറി ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കിയത്. ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ തുടങ്ങിയ പുതിയ ഫലങ്ങൾക്ക് വിപണിയിൽ പരമ്പരാഗത വിളകളേക്കാൾ വിലയുണ്ട്. അലങ്കാര ചെടികൾക്കും വിലയുണ്ട്. കൊല്ലം ജില്ലയിലെ ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമിയുള്ള മേഖലയാണ് കുളക്കട. അത് ഉപയോഗപ്പെടുത്തി പുതിയ ഇനം കാർഷിക വിളകളുടെ കൃഷിക്കായി ബ്ലോക്ക് പഞ്ചായത്തുകളുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കണം.
കൃഷിയുടെ മേൽനോട്ടത്തിനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംവിധാനമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ മന്ത്രി മന്ദിരത്തിൻ്റെ അവിടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന കാര്യേറ്റ് മേഖലയിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ലപോലുള്ളത്. ഇവർ നിലമേക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാര്യേറ്റ ഭാഗത്ത് നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ടുള്ള ഓരോ തോട്ടങ്ങളുണ്ട്. ഒരു റിട്ടയർഡ് SI ഉണ്ട്, കർഷക സംഘത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തിന് അവിടെ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ അവിടെയും ഈ വലിയ വെയിൽ വേണം, പക്ഷേ വെയിലൊന്നും കുറവാണ്. ഈ മന്ത്രിമാർ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആണല്ലോ. അവിടെ നല്ലപോലെ മരങ്ങളുണ്ട്, എന്നാലും നല്ലപോലെ കായ ഉണ്ടാകുന്നുണ്ട്. 3 വർഷം ആയപ്പോഴേക്കും വെയിൽ കിട്ടുന്നിടത്ത് നല്ലപോലെ പ്രത്യേക നോട്ടമൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ടെന്നാണ് ഇവിടെ അറിയാം, നിങ്ങൾക്ക് ഇവർക്ക് അറിയുന്നതാണ്. അപ്പോൾ പ്ലാവ്, അതുപോലെ റംബുട്ടാനാണെങ്കിൽ ഒരു 3 വർഷം മുതൽ 10 വർഷം 8 വർഷം ആകുമ്പോഴേക്കും നല്ല അതിന് ബഡ് ഇനത്തിൽ നല്ലപോലെ കായ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത കൃഷിയേക്കാളും വില കിട്ടുന്നതാണ്. മറ്റ് ഫലവൃക്ഷങ്ങളുമുണ്ട്. നമ്മളിവിടെ ഈ കൃഷി ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളുള്ള കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിലൊന്നാണ് കുളക്കടയും മഞ്ഞളും ഒക്കെ അതുപോലെയാണ്. കല്ലടയാറിൻ്റെയൊക്കെ ആ പശ്ചാത്തലവും പിന്നെ പാടശേഖരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരവാഹികളായിട്ടൊക്കെ സംസാരിച്ചു, കൃഷി ഓഫീസർമാരുമായിട്ടും ഇന്ന് സംസാരിച്ചു. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ ജൈവം ജീവാമൃതം ഫലശ്രീ പദ്ധതികളിലൂടെ ലഭ്യമാക്കിയ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൂവാറ്റൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്തും മത്സ്യവകുപ്പും സംയുക്തമായി ഓച്ചിറ കൊറ്റമ്പള്ളിയിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും മത്സ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. 2021 സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ സുഭിക്ഷ മത്സ്യകൃഷിയുടെ ഭാഗമായി തുടങ്ങിയ പദ്ധതി തുടർ വർഷങ്ങളിലും മത്സ്യവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുകയായിരുന്നു. കൊറ്റമ്പള്ളി 9ാം വാർഡിൽ വീണാഭവനത്തിൽ വിജയന്റെ വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയാണ് വിളവെടുത്തത്. ഓച്ചിറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിജയകരമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും തുടർ വർഷങ്ങളിൽ ഇത് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മത്സ്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, മത്സ്യ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിളവെടുപ്പ് വിജയകരമായി നടന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ആദ്യ വിൽപ്പന നടത്തി. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഓച്ചിറ പഞ്ചായത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതെല്ലാം വളരെ വിജയകരമായും അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടും കൂടി തന്നെ നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറ്റമ്പള്ളി 9ാം വാർഡിലെ വീണാനിവാസിൽ ശ്രീ വിജയൻ, അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കഴിഞ്ഞ 4 വർഷവും വളരെ വിജയകരമായി ഏറ്റവും കൂടുതൽ അത്യുൽപാദനമായി ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഘട്ടമായി ഈ തിലോപ്പിയ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം വരാല്, അതുപോലെ തന്നെ കരട്ടി എന്ന വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ വളർത്തി അതിന്റെ വിജയകരമായ വിളവെടുപ്പാണെന്ന് നടത്തിയത്. വരുന്ന കാലഘട്ടങ്ങളിലും എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിഷറീസ് കോർഡിനേറ്റർ സ്മിത, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ നേത്രദാന പക്ഷാചരണം. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം. ശൂർനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ ക്ലാസ്, നേത്രപരിശോധന ക്യാമ്പ് എന്നിവ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം. ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും. SFI, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായായിരുന്നു പ്രതിഷേധം. ഇൻസ്റ്റഗ്രാം വഴി പരിചയം. 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.